ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻ ആണ്. സോ ബേസിക്കലി ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് കോസ് ഡിസ്പെർഷൻ ഓഫ് ഇൻസോലബിൾ സോൾട്ട് പാർട്ടിക്കിൾ, അത് ഇൻസോലബിൾ ആയിട്ടുള്ള സോൾട്ട് പാർട്ടിക്കിൾസിന് ലിക്വിഡ് മീഡിയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുവാണ്. സോ ബേസിക്കലി വാട്ടർ ആയിരിക്കും ബേസ് ഉണ്ടായിരിക്കുക. സോ എന്തൊക്കെയാണ് പറഞ്ഞത്? സസ്പെൻഷൻ ഓഫ് കോസ് ഡിസ്പേർഷൻ ആണ് എന്തിന്റെ? ഇൻസോലബിൾ സോൾട്ട് പാർട്ടിക്കിൾ ഇൻ എ ലിക്വിഡ് മീഡിയം, ബേസിക്കലി വാട്ടർ ബേസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും ആൻഡ് കോൺസെൻട്രേഷൻ പൊട്ടൻഷ്യലി സർപാസിംഗ് 20% ഓഫ് ദീസ് ഫോർമുലേഷൻ റിക്വയർഡ് കെയർഫുള്ളി കൺസിഡറേഷൻ ഓഫ് സ്റ്റെബിലിറ്റി, വിസ്കോസിറ്റി, ഇന്റർഫേഷ്യൽ പ്രോപ്പർട്ടി. അതായത് ഈ സസ്പെൻഷൻ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പ്രോപ്പറായിട്ട് സസ്പെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാം. നിങ്ങൾ ലാബിലൊക്കെ ഓൾറെഡി ഈ ഒരു സസ്പെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. സോ പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പണി കിട്ടും എന്നുള്ളതാണ്. സോ ബേസിക്കലി ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റെബിലിറ്റി നന്നായിട്ടുണ്ടായിരിക്കണം. സ്റ്റെബിലിറ്റി പ്രോപ്പർ അല്ലെങ്കിൽ അടിച്ചു പോകും. ആൻഡ് അപ്രോപ്രിയറ്റ് വിസ്കോസിറ്റി കറക്റ്റ്ലി ആയിരിക്കണം. കാര്യം നമ്മൾ സിറിഞ്ചസിലായാലും ഇപ്പോൾ പാരലൽ പ്രിപ്പറേഷൻ ആണെങ്കിൽ സിറിഞ്ചിലൊക്കെ എടുക്കുന്ന സമയത്ത് പ്രോപ്പർലി നമുക്ക് ഫ്ലോ പ്രോപ്പർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വരും. ആൻഡ് ഒപ്റ്റിമൽ പ്രോപ്പർട്ടി, അതായത് ബേസിക്കലി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഫാർമക്കോളജിക്കൽ ക്യാരക്ടേഴ്സിൽ ഒരു മാറ്റവും ഉണ്ടാവാനായിട്ട് പാടില്ല. അത് മാത്രമല്ല ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഫ്ലൂയിഡിറ്റി, ഇപ്പൊ ലോഷൻ ആയിക്കോട്ടെ, അതൊക്കെ പ്രോപ്പർലി ബോഡിയിൽ സ്പ്രെഡ് ആകണം. അവിടെ ഒന്നും എന്തുണ്ടാവാൻ പാടില്ല, ഒരു രീതിയിലും പ്രശ്നങ്ങളോ നമുക്കൊരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ ബേസിക്കലി first one is interfacial property of a suspended particle. So interfacial property എന്തൊക്കെയാണ്? The first one is size reduction. Work is done to reduce salt to small particle and disperse them in continuous media. അതായത് നമ്മൾ ഓൾറെഡി ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിക്കിളിനെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത് സസ്പെൻഷന്റെ ഒരു മേജർ കാര്യമാണ്. അതായത് ഈ സോൾട്ട്സിനെയൊക്കെ കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ പ്രോപ്പർലി ഒരു കണ്ടിന്യൂസ് മീഡിയയിൽ നമുക്ക് ഡിസ്പെൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ട്, സർഫസ് ഫ്രീ എനർജി. ലാർജ് സർഫസ് area of particle result in high surface free energy, making the system thermodynamically unstable. അതായത് നമ്മൾ സസ്പെൻഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ലാർജ് സർഫസ് ഏരിയ ആണ് പാർട്ടിക്കിൾസിന് ഉള്ളതെങ്കിൽ ശ്രദ്ധിക്കണം, പാർട്ടിക്കിൾസിന്റെ സർഫസ് ഏരിയ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ സർഫസ് എനർജി, അവിടെ ഒരു ഫ്രീ എനർജി ഫോം ചെയ്യുകയും അതെന്ത് ചെയ്യുന്നു, നമ്മൾ അൺസ്റ്റേബിൾ ആക്കുകയും ചെയ്യുന്നു. അപ്പൊ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർലി റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, അവിടെ സർഫസ് ഏരിയ പ്രോപ്പർ അല്ലെങ്കിൽ സർഫസ് ഫ്രീ എനർജി ഫോം ചെയ്യുകയും അൺസ്റ്റേബിൾ ആവുകയും ചെയ്യും. അപ്പൊ രണ്ട് ഐഡിയ കിട്ടിയല്ലോ. രണ്ട് പാർട്ടിക്കിൾ ബിഹേവിയർ ആണ്. സോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് ഒട്ടിച്ചേരാൻ അല്ലെങ്കിൽ റീഗ്രൂപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡിക്രീസ് ടോട്ടൽ ഏരിയ. അപ്പൊ റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഏരിയയിൽ നിന്ന് അവിടെ കുറയ്ക്കുവാണ് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ട് അടുത്തടുത്ത് ഇരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുക, അതിന്റെ ഏരിയ കുറയും അല്ലേ. ആൻഡ് റെഡ്യൂസ് സർഫസ് ഫ്രീ എനർജി. അപ്പം സർഫസ് ഫ്രീ എനർജി കുറയുകയും അവിടെ ഫ്ലോക്കുലേഷനോ അല്ലെങ്കിൽ അഗ്രിഗേഷനോ ഉണ്ടാവും. ഫ്ലോക്കുലേഷൻ എന്താണ്, എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, അത് കാണാൻ സുഖം ഉണ്ടാവില്ല, പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ആവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്റർഫേഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, അൺസ്റ്റെബിലിറ്റി കാണിക്കാം. സോ ബേസിക്കലി അൺസ്റ്റെബിലിറ്റിക്ക് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആൻഡ് സർഫസ് ഫ്രീ എനർജി പറയാൻ പോവാണ്. സോ സർഫസ് ഫ്രീ എനർജിക്ക് നമുക്കൊരു ഫോർമുല ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ വേർ ജി ഈസ് ദ ചേഞ്ച് ഇൻ സർഫസ് ഫ്രീ എനർജി. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സർഫസ് ഫ്രീ എനർജി ആയിരിക്കും. ആൻഡ് എസ് എൽ എന്ന് വെച്ചാൽ ഇന്റർഫേഷ്യൽ ടെൻഷൻ ആയിരിക്കും. ആൻഡ് എ എന്ന് വെച്ചാൽ സർഫസ് ഏരിയ ആയിരിക്കും. എൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണോ വെച്ചാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നോക്കി വെച്ചിരിക്കുക എന്താണ് സർഫസ് ഫ്രീ എനർജി എന്നുള്ള ഇക്വേഷൻ ജസ്റ്റ് നോക്കി മാത്രം വെച്ചാൽ മതിയായിരിക്കും. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയാം. The system tend to reduce surface free energy to reach a stable state with equilibrium achieved when G is equal to 0. അതായത് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഈ സർഫസ് ഫ്രീ എനർജി എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നം തന്നെയാണല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ സസ്പെൻഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ എപ്പോഴും ഈ സർഫസ് ഫ്രീ എനർജി ഇല്ലാതാക്കാനും അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കാനും വേണ്ടി എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ നമുക്ക് ഈ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജി എന്ന് പറഞ്ഞ് 0 ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ മനസ്സിലാക്കി വെക്കുക, ഈ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റിയിൽ സർഫസ് ഫ്രീ എനർജി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിന് വേണ്ടിയാണ് ഈ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്.
സോ ജി ഈസ് ഈക്വൽ ടു എസ് എൽ ആണ് ഇൻറ്റു എ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ജി എന്ന് പറഞ്ഞാൽ സർഫസ് ഫ്രീ എനർജി ആണ്, എസ് എൽ ഇന്റർഫേഷ്യൽ ടെൻഷൻ ആണ്, ആൻഡ് എ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ആണ്. സോ ഇവിടെ ഓൾറെഡി സർഫസ് ഏരിയ എനർജി നമ്മുടെ സിസ്റ്റം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അത് മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ ആക്കുമ്പോൾ അത് സർഫസ് ഫ്രീ എനർജി എല്ലാം കംപ്ലീറ്റ്ലി നള്ളാവുമ്പോൾ ജി ഈസ് ഈക്വൽ ടു 0. ആൻഡ് നെക്സ്റ്റ് വൺ സ്റ്റെബിലിറ്റി അപ്രോച്ചസ് ആണ്. സ്റ്റെബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ് ബൈ റെഡ്യൂസിങ് ഇന്റർഫേഷ്യൽ ടെൻഷൻ ഓർ ഡിക്രീസിങ് ഇന്റർഫേഷ്യൽ ഏരിയ. അപ്പൊ നമുക്ക് ഈ ഒരു സർഫസ് ഫ്രീ എനർജിന്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റെബിലിറ്റി നമുക്ക് ഇതിൽ ചെയ്യാം? ഒന്നുകിൽ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുക, എന്ത് ചെയ്യുക? ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇന്റർഫേഷ്യൽ ഏരിയ കുറയ്ക്കുക. ക്യാൻ ബി ഇംപ്രൂവ് ബൈ റെഡ്യൂസിങ് ഇന്റർഫേഷ്യൽ ടെൻഷൻ. ഒന്നെങ്കിൽ ഇന്റർഫേഷ്യൽ ടെൻഷൻ എന്ത് ചെയ്യുക? കുറയ്ക്കുക, അല്ലെങ്കിൽ ഇന്റർഫേഷ്യൽ ഏരിയ എന്തെങ്കിലും കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാൻ പറ്റും സർഫസ് ഫ്രീ എനർജി വരികയാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് സർഫസ് ഫ്രീ എനർജി എന്ന് മനസ്സിലായി. അത് വന്നാൽ ഇത് സംഭവിക്കും, നമ്മുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് വെച്ചിരിക്കുക എന്നുള്ളതാണ്. ഇനി ഫോഴ്സ് അഫക്റ്റിംഗ് പാർട്ടിക്കിൾ ഇന്ററാക്ഷൻ. സോ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ പാർട്ടിക്കിൾസ് അവിടെയാണ് തൂങ്ങിയും തിങ്ങി ഇരിപ്പുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഇത് വന്ന് ഒരുമിച്ച് ഫ്ലോക്യൂൾസ് ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ഫ്ലോക്യൂൾസ് ആകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ അവിടെ ഒരു എനർജി ഇല്ലാണ്ട് ഒരു കാരണവശാലും ഇത് അടുത്ത് വരത്തില്ല. അത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. ദ ഫസ്റ്റ് വൺ ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. വണ്ടർഫുൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഒരുമിച്ച് വരാം. നെക്സ്റ്റ് വൺ ഈസ് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ഡബിൾ ലെയേഴ്സ്, അതായത് ഈ പാർട്ടിക്കിൾസിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക്കലി ഒരു ലെയർ ഫോഴ്സ് ഫോം ചെയ്യുകയും അതേപോലെ മറ്റുള്ള പാർട്ടിക്കിളിലും ഫോഴ്സ് ആവുകയും ഈ രണ്ട് ഫോഴ്സ് തമ്മിൽ റിപ്പൽ ആകുന്നു, ചേരാണ്ട് തള്ളി വിടുവാണ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ആയിട്ട് അഗ്രിഗേഷൻ ഉണ്ടാകാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാലൻസ് ഓഫ് ഫോഴ്സ് ആണ്. അതായത് ഈ അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സും കൂടെ ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യാം? സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റിനെയും ബിഹേവിയറിനും മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ്. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഒരുമിച്ച് വരിക, റിപ്പൾസീവ് ആണെങ്കിൽ തള്ളിക്കൊണ്ടുപോവുക, ബാലൻസ് ആണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് കുളവാക്കി കൊടുക്കുക. അപ്പൊ മനസ്സിലായല്ലോ, ഒരു ഐഡിയ കിട്ടിയില്ലേ? അതാണ് സംഭവം. സോ ഇനി എന്താണ് ഡീഫ്ലോക്കുലേഷൻ, എന്താണ് ഫ്ലോക്കുലേഷൻ? സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ കോളം അതുപോലെ പഠിക്കുക. സോ ബേസിക്കലി ഡീഫ്ലോക്കുലേഷന്റെ അപ്പയറൻസ് കാണുമ്പോൾ എങ്ങനെയാണ്? യൂണിഫോം ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും, എല്ലായിടും ഒരേപോലെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. എവിടെ നിന്നെടുത്താലും, ഇപ്പം തെക്ക് നടത്താലും വടക്ക് നടത്താലും എവിടെ നിന്നെടുത്താലും അതിലുണ്ടാവണ പാർട്ടിക്കിൾസിന്റെ എമൗണ്ട് ആയാലും അല്ലെങ്കിൽ അതിലുള്ള മെഡിക്കമെന്റ് ആയാലും ഈക്വൽ എമൗണ്ടിൽ ആയിരിക്കും. ഇനി ഫ്ലോക്കുലേറ്റ് ആണെങ്കിലോ അൺസ്ലൈറ്റ്ലി സെഡിമെന്റ് ക്ലിയർ സൂപ്പർനാറ്റ്. അതായത് നമ്മളിപ്പോ എന്താണ് കുറച്ച് നേരം ഉപ്പ് കലക്കി വെക്കുമ്പോൾ ഉപ്പ് കുറച്ച് താഴെ സെറ്റിൽ ആവും, കുറച്ച് മേലെ ക്ലൗഡ് ചെയ്യും, അതിന്റെ മേലെ കുറച്ച് നേരം തെളിഞ്ഞ വെള്ളം ഉണ്ടാവില്ലേ? കഞ്ഞി വെള്ളമൊക്കെ നമ്മൾ വെക്കാറില്ല. അരിയൊക്കെ വടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അരിയൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ കഞ്ഞി വെള്ളം ഇങ്ങനെ അടിയിൽ ഭയങ്കര കട്ടി, പിന്നെ അതിനൊക്കെ ഇച്ചിരി കട്ടിയുടെ മേലെ നല്ല തെളിഞ്ഞ വെള്ളമില്ല. അതേപോലെ തന്നെ ഇവിടെയും ആയിരിക്കും, ചെറുതായിട്ട് ഇങ്ങനെ അൺസ്ലൈറ്റ്ലി സെഡിമെന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് സൂപ്പർനാറ്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെയല്ല, യൂണിഫോം ആയിരിക്കില്ല എന്നുള്ളതാണ്. പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി റിപ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിലോ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, വീക്ക് ആണ്. കാര്യം അതുകൊണ്ടാണല്ലോ ഫ്ലോക്കുലേറ്റ് ആയിട്ട് ഒരുമിച്ച് വന്നിരിക്കുന്നത്. സെഡിമെന്റേഷൻ റേറ്റ് ഇവിടെ കുറവാണ്. കാര്യം എന്താണ്? റിപ്പൾസീവ് ഫോഴ്സും കൂടെയാണ്, യൂണിഫോം ഡിസ്പേഴ്സൺ ഓൾറെഡി പറഞ്ഞത്, അതുകൊണ്ട് കുറവായിരിക്കും. പക്ഷെ ഇവിടെ കൂടുതലായിരിക്കും. സെഡിമെന്റേഷൻ നേച്ചർ ആണെങ്കിലോ ക്ലോസ്ലി പാക്ഡ് ഹാർഡ് കേക്ക്. ഇനി ഇൻ കേസ് അത് ഒരുമിച്ച് വന്നു, അല്ലെങ്കിൽ ഇതിപ്പോ സെഡിമെന്റ് ചെയ്തു എന്ന് വെച്ചോ, ഈ ഡീഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കട്ടിയുള്ള ഒരു കേക്ക് പോലെ ഫോം ചെയ്യും. പക്ഷെ ഫ്ലോക്കുലേറ്റ് അങ്ങനെയല്ല, ലൂസ്ലി ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ തിരിച്ചത് നമുക്ക് റീഡിസ്പോസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങൾ ഒരുപാട് വരും, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ മേജർലി ചോദിക്കുന്ന ഒരു സംഭവമാണ്. സോ നെക്സ്റ്റ് വൺ സ്റ്റോക്സ് ലോ ആൻഡ് സെഡിമെന്റേഷൻ വെലോസിറ്റി ആണ്. സോ ബേസിക്കലി സസ്പെൻഷൻ പറയുമ്പോൾ എപ്പോഴും സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് പാർട്ടിക്കിൾ സൈസ് ആണ്. സെഡിമെന്റേഷൻ റേറ്റ് ഡിക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 4 വെൻ പാർട്ടിക്കിൾ സൈസ് ഇസ് ഹാഫ്ഡ്. അതായത് സെഡിമെന്റേഷൻ റേറ്റിൽ നിന്ന് കുറയുവാണ് ചെയ്യുക ബൈ എ ഫാക്ടർ ഓഫ് 4 വെൻ പാർട്ടിക്കിൾ സൈസ് ഇസ് ഹാഫ്ഡ്. പാർട്ടിക്കിൾ സൈസ് കുറയ്ക്കുവാണ് എന്നുണ്ടെങ്കിൽ സെഡിമെന്റേഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പാർട്ടിക്കിൾ സൈസ് കൂടുവാണ്, ദാറ്റ് മീൻസ് സെഡിമെന്റേഷൻ റേറ്റ് കൂടും. കുറയ്ക്കുവാണെങ്കിലോ കുറയും. മീഡിയം വിസ്കോസിറ്റി ആണ്. നമ്മൾ ഹയർ വിസ്കോസിറ്റി ആണെന്നുണ്ടെങ്കിൽ സെഡിമെന്റേഷൻ റേറ്റിൽ നിന്ന് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അങ്ങനെ അത് ഫിസിക്കൽ സ്റ്റെബിലിറ്റിനെ എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. മിനിമൈസിങ് ഡെൻസിറ്റി ഡിഫറൻസ്. നമ്മൾ ഡെൻസിറ്റി ഡിഫറൻസിനെ മിനിമൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
പാർട്ടിക്കിൾസും മീഡിയവും തമ്മിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കിൾ സൈസായി, മീഡിയം വിസ്കോസിറ്റി ആയി ആൻഡ് ഡെൻസിറ്റി ഡിഫറൻസ് ആയി. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പാർട്ടിക്കിൾ സൈസിലും മീഡിയം വിസ്കോസിറ്റിയും ഡെൻസിറ്റിയും എന്ന് പറയുന്ന ഒരു സസ്പെൻഷനെ സംബന്ധിച്ച് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇത്രയും പഠിച്ചല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ പറയാൻ പോകുന്ന സെഡിമെന്റേഷൻ പാരാമീറ്റർ ആണ് പറയാൻ പോകുന്നത്. സോ എന്താണ് സെഡിമെന്റേഷൻ പാരാമീറ്റർ? സോ ബേസിക്കലി റേഷ്യോ ഓഫ് ഫൈനൽ സെഡിമെന്റ് വോളിയം, അതായത് നമുക്ക് ലാസ്റ്റ് വരുന്ന, അതായത് എന്താണ് സെഡിമെന്റേഷൻ വോളിയം എന്നാണ് പറയുന്നത്, അതായത് നമുക്ക് ലാസ്റ്റ് വരുന്ന ഫൈനൽ സെഡിമെന്റ് വോളിയം ഇല്ലേ, അത് നമുക്കിപ്പം സെഡിമെന്റ് ചെയ്ത ഒരു സാധനത്തിനകത്ത് സെഡിമെന്റ് ചെയ്തതിന് ശേഷം വരുന്ന ഫൈനൽ വോളിയം, അതും ടു ഒറിജിനൽ സസ്പെൻഷൻ വോളിയം, അത് നമ്മുടെ ഒറിജിനൽ സസ്പെൻഷൻ വോളിയം കൂടെ ഉള്ള വാല്യൂ, അതായത് എഫ് ഈസ് ഈക്വൽ ടു വി യു ഡിവൈഡ് ബൈ വി സി. അത് നമ്മുടെ ഫസ്റ്റ് സെഡിമെന്റേഷൻ വോളിയത്തിന്റെയും ആൻഡ് ഫൈനലിന്റെയും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെഡിമെന്റേഷൻ വോളിയം കിട്ടും. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷൻ ആണ്. റിലേറ്റ് ഫ്ലോക്കൽ സെഡിമെന്റേഷൻ വോളിയം ടു ഡീ ഫ്ലോക്കൽ സിസ്റ്റം. സോ ഫ്ലോക്കൽ സിസ്റ്റം ഡീ ഫ്ലോക്കൽ സിസ്റ്റം കൂടെ നമ്മൾ നോക്കുന്നതാണ്, അതായത് ബീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എഫ് ആൽഫ ആണ്. സോ ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷൻ നമ്മൾ നോക്കുന്നത്. സോ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഹൈ സെഡിമെന്റേഷൻ വോളിയം ആൻഡ് ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷൻ ഇൻഡിക്കേറ്റ് ബെറ്റർ ഫിസിക്കൽ സ്റ്റെബിലിറ്റി. അതായത് സെഡിമെന്റേഷൻ വോളിയം കൂടുതലാണ് എന്ന് വെച്ചോളൂ, ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നല്ല ബെറ്റർ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, സോ ബേസിക്കലി ഇത് രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത്രയും വലിയ കാര്യമായിട്ട് നിങ്ങളത് കുത്തിയിരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊരു പാരാമീറ്റർ ആണ്. സോ നമ്മളെ സ്റ്റെബിലിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ ബേസിക്കലി സസ്പെൻഷൻ എമൽഷൻ ഒരുമിച്ചാണ് പഠിക്കുക. സോ രണ്ടിൻ്റെയും പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. സോ സെഡിമെന്റേഷൻ വോളിയത്തിന് നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എഫ് ഈസ് ഈക്വൽ ടു വി യു ഡിവൈഡ് ബൈ വി സീറോ എന്ന് പറഞ്ഞല്ലോ. സോ അത് മ്യൂ ബൈ എച്ച് സീറോ എന്ന് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. സോ ബേസിക്കലി സെഡിമെന്റേഷൻ വോളിയം ആണ്, മറന്നു പോകുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷന് റെഫറൻസ് നോട്ട് നോക്കിക്കോണേ, അത് നമ്മൾ ജസ്റ്റ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംകാർ നോക്കേണ്ട ആവശ്യമില്ല. നോർമലി ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു ഡെറിവേഷൻ നമ്മുടെ റെഫറൻസ് നോട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കി ഒന്ന് വെച്ചേക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേഷൻ അപ്രോച്ച് ഫോർ സസ്പെൻഷൻ. ഒരു സസ്പെൻഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തോ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഞാനൊരു ഫോർമുലേഷൻ ചാർട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പാരസ്റ്റമോൾ എന്നൊരു ഗുളികയുണ്ട്, എനിക്ക് അതിൻ്റെ സസ്പെൻഷൻ ഉണ്ടാക്കണം. സോ പാരസ്റ്റമോൾ എന്ന് പറയുന്ന ഗുളിക ഒരു സോൾട്ട് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്, ഒരു കല്ല് പോലെ കിട്ടുന്നുണ്ട്. ഞാൻ അതിനെന്ത് ചെയ്യുക? ഫൈൻലി പൗഡർ ആക്കുക, കുഞ്ഞു ഫൈൻലി പൗഡർ ആക്കുക. ഇനി പാർട്ടിക്കിൾസിനെ ആഡഡ് ടു ഡിസ്പേർഷൻ മീഡിയം, ഞാനൊരു ഡിസ്പേർഷൻ മീഡിയം സെലക്ട് ചെയ്ത് ഈ പാർട്ടിക്കിളിനെ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ വെറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഡീഫ്ലോക്കുലേറ്റ് സസ്പെൻഷൻ ആക്കുക. ഇത്ര ഞാൻ ആക്കിയല്ലോ. ഇത്രയും ആക്കി കഴിഞ്ഞാൽ എനിക്കിത് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് അഡിഷൻ ഓഫ് സ്ട്രക്ചേർഡ് വെഹിക്കിൾ. ഞാനൊരു വെഹിക്കിൾ ആഡ് ചെയ്യുന്നു, അങ്ങനെ ഡീഫ്ലോക്കുലേറ്റഡ് വെഹിക്കിൾ ആക്കി എടുക്കും, ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ ആക്കി മാറ്റുന്നു. ഡീഫ്ലോക്കുലേറ്റ് സ്ട്രക്ചർഡ് വെഹിക്കിൾ ചെയ്ത് ഡീഫ്ലോക്കൽ സസ്പെൻഷൻ ആക്കാൻ പറ്റും. ഇനി ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി ഇതിനകത്ത് ഞാൻ എക്സ്റ്റേണൽ ലിക്വിഡ്സ് ആഡ് ചെയ്യണം, എക്സ്റ്റേണൽ ലിക്വിഡോ വെഹിക്കിളോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ ഫോർ എക്സ്റ്റേണൽ വെഹിക്കിൾ എന്ന രീതിയിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് നല്ലപോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ബ്രീഫായിട്ട് കിട്ടും കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേഷൻ അപ്രോച്ച് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചേർഡ് വെഹിക്കിൾ. നമ്മുടെ കയ്യിലുള്ള വെഹിക്കിൾ, നമ്മൾ സസ്പെൻഷൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ആണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, സ്യൂഡോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിട്ട് നമ്മൾ സ്ട്രക്ചേർഡ് വെഹിക്കിളിനെ യൂസ് ചെയ്യുവാണെങ്കിൽ ഡീഫ്ലോക്കുലേഷൻ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് വെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾഡ് ഫ്ലോക്കുലേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലോക്കുലേഷൻ ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ഫ്ലോക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേക്ക് ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. കേക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർഡായിട്ട് പോവുകയാണ്, അതായത് ഫ്ലോക്കുലേറ്റിംഗ് ആയിട്ട് ഹാർഡായിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, പാടാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഫ്ലോക്കുലേഷൻ കൺട്രോൾ ചെയ്യണം. അപ്പം ഈ നെക്സ്റ്റ് വൺ ഇസ് കമ്പൈൻഡ് അപ്രോച്ച് ആണ്. ഈ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുവാണ്, പ്രോപ്പറായിട്ട് വെക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഓൾസോ സോ ഇമ്പോർട്ടൻറ്റ്.
കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രിപ്പറേഷൻ ഓഫ് സസ്പെൻഷൻ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, റെഫറൻസ് ടെസ്റ്റ് നോക്കി വെക്കുക. ഫസ്റ്റ് വൺ ഇസ് ലെവിഗേഷൻ ആണ്. ഇൻസോൾഡ് മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യുക, വെഹിക്കിൾസിലേക്ക് വെറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുക, സ്മൂത്ത് പേസ്റ്റ് ആക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഗ്രീഡിയൻസിൽ സോലബിൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. അതിനുശേഷം സ്റ്റെബിലൈസ് ചെയ്യുക, നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റോ അല്ലെങ്കിൽ സസ്പെൻഡിങ് ഏജന്റ്, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സസ്പെൻഷൻ ആണ് നമുക്ക് ആവശ്യം അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സസ്പെൻഡിങ്ങോ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുക. ആൻഡ് ഫൈനൽ ഫോർമുലേഷൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരച്ച് വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചോദിച്ചാലും സസ്പെൻഷൻ ചോദിച്ചാൽ ഉടനെ വരച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഞാൻ തന്ന അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. റെഫറൻസ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, മറക്കരുത്, നോക്കുക കേട്ടോ. സോ വെറ്റബിലിറ്റി ഓഫ് പൗഡേഴ്സ്. സോ നമ്മൾ പൗഡേഴ്സ് ചൂസ് ചെയ്യുമ്പം അത് ഏത് ടൈപ്പ് ഓഫ് പൗഡർ ആണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ചില പൗഡേഴ്സ് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും, ചിലതിനെ വെള്ളത്തിന് അബ്സോർബ് ചെയ്യില്ല. അതായത് വെള്ളത്തിന് അബ്സോർബ് ചെയ്യുന്ന പൗഡേഴ്സ് ഉണ്ട്, സൾഫർ, ചാർക്കോൾ, മെഗ്നീഷ്യം പോലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, വെള്ളത്തിന് അബ്സോർബ് ചെയ്യില്ല, റിപ്പൽഷൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോഫോബിക് പൗഡർ എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോഫിലിക് പൗഡർ ആണ്. ഇത് തിരിച്ചാണ്. വെള്ളത്തിനെ കിട്ടിയ ഉടനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിങ്ക് ഓക്സൈഡ്, ടാൽക്ക്, മെഗ്നീഷ്യം കാർബണേറ്റ് ഒക്കെ ആണെന്നുള്ളതാണ്. സോ വെറ്റിംഗ് അസസ്മെന്റ് ചെയ്യുക. അതായത് നമ്മൾ കോൺടാക്ട് ആംഗിൾ നോക്കുക, അതിൻ്റെ എത്രത്തോളമാണ് വെറ്റബിലിറ്റി ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. ഇത് സ്ട്രക്ചേർഡ് വെഹിക്കിൾ ഫോർ ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. ഒരു ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന് സ്ട്രക്ചേർഡ് വെഹിക്കിൾ എങ്ങനെയായിരിക്കണം? ദ ഫസ്റ്റ് വൺ ഈസ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലോ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, സ്യൂഡോ പ്ലാസ്റ്റിക് ആയ നല്ലതാണെന്ന് പറഞ്ഞു അല്ലേ. സോ എക്സിബിറ്റഡ് ബൈ പോളിമേഴ്സ് ഇൻ സൊല്യൂഷൻ വിച്ച് വിസ്കോസിറ്റി ഡിക്രീസിങ് ആ ഷിയർ റേറ്റ് ഇൻക്രീസ്. സോ നമ്മളിവിടെ പോളിമേഴ്സിന് എന്ത് ചെയ്യും, നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എക്സിബിറ്റഡ് ബൈ പോളിമേഴ്സ് ഇൻ സൊല്യൂഷൻ വിത്ത് വിസ്കോസിറ്റി ഡിക്രീസിങ് ആൻഡ് ഷിയർ റേറ്റ് ഇൻക്രീസസ്. സോ വിസ്കോസിറ്റി കുറച്ചുകൊണ്ട് ഷിയർ റേറ്റ് കൂട്ടുന്നു. ഇതാണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലോ. സോ നെക്സ്റ്റ് വൺ ഇസ് തിക്സോട്രോപിക് ബിഹേവിയർ ആണ്. ജെൽ സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ എപ്പോഴും അടിപൊളിയായിരിക്കും. ശ്രദ്ധിച്ചോണേ, ജെൽ സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സസ്പെൻഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് പറ്റും. കോമൺ ഹൈഡ്രോക്ലോറൈഡ്സ് ഉണ്ട് കേട്ടോ, കാർബോപോൾ, സോഡിയം CMC, ബെൻഡോണൈറ്റ്സ് ഉണ്ട്. ഇത് പഠിച്ചു വെക്കുക, 2-3 പഠിച്ച് നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വൺ സ്റ്റെബിലിറ്റി മെക്കാനിസം ആണ്. ജെൽ ലൈക്ക് സ്ട്രക്ചർ പ്രിവെന്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ് ഡ്യൂറിംഗ് സ്റ്റോറേജ്. സോ നമ്മൾ ഈ ജെൽ ലൈക്ക് സ്ട്രക്ചറിലാണ് വെക്കുന്നത്, ജെൽ സോൾ ജെൽ കൈൻഡ് ഓഫ് സ്ട്രക്ചറിലാണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജിൽ താഴേക്ക് വരില്ല. അതുമാത്രമല്ല ഷിയർ തിന്നിങ് അലോ ഫോർ യൂണിഫോം ഡിസ്പെഷൻ അപ്പോൺ അജിറ്റേഷൻ. സോ നമ്മൾ ഇതിൽ ഷിയർ തിന്നിങ് ഏജൻസ് ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഷിയർ റേറ്റ് കൂടുമെന്ന് പറഞ്ഞല്ലോ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലോയിൽ. അപ്പോൾ ഷിയർ തിന്നിങ് ഏജൻസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എത്ര ഡിസ്പേഴ്സ് ചെയ്താലും എന്ത് ചെയ്യുന്നു, അത് തിരിച്ച് യൂണിഫോം ആയിട്ട് തന്നെ വന്നോളും കേട്ടോ. നമ്മൾ എത്ര ചെയ്താലും തിരിച്ചു അതുപോലെ തന്നെ വന്നോളും എന്നുള്ളതാണ്. സോ സ്ട്രക്ചേർഡ് വെഹിക്കിളിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി സ്ട്രക്ചേർഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. സോ ഇറ്റ് ഹാസ് ടു ബി റിമെമ്പർഡ് ബിക്കോസ് ഇറ്റ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഉള്ള സിഗ്നിഫിക്കൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. സോ കൺട്രോൾഡ് ഫ്ലോക്കുലേഷൻ ഇൻ സസ്പെൻഷൻ. കൺട്രോൾഡ് ഫ്ലോക്കുലേഷൻ എന്താണ്? സോ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ബേസിക്കലി ഇലക്ട്രോലൈറ്റ് ആകാം, പോളിമേഴ്സ് ആകാം, സർഫാക്റ്റൻസ് ആകാം. സോ നമ്മൾ ഗ്രാജുവലി ടു ഇൻഡ്യൂസ് ഫ്ലോക്കുലേഷൻ, നമ്മൾ ഇതിന് ഫ്ലോക്കുലേഷൻ ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇനി ചാർജ് റിഡക്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ്ലി ചാർജ് ഇലക്ട്രോഡ് റെഡ്യൂസ് സർഫേസ് ചാർജ് ഇന്റൻസിറ്റി ഡിക്രീസിങ് സീറ്റ പൊട്ടൻഷ്യൽ. അതായത് സോ നമ്മൾ ഓൾറെഡി ഇലക്ട്രോലൈറ്റ്സ് ഉപയോഗിക്കുന്നു, പോളിമേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കൺട്രോൾഡ് ഫ്ലോക്കുലേഷൻ ആണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുക. കാര്യം എന്തുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് കൊടുത്തുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഈ ചാർജ് റിഡക്ഷൻ നമുക്ക് ചെയ്യാമല്ല. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഓപ്പോസിറ്റ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് എന്ത് ചെയ്യുന്നു, ഈ സർഫേസ് ചാർജ് ഇന്റൻസിറ്റി കുറയ്ക്കുകയും അങ്ങനെ സീറ്റ പൊട്ടൻഷ്യൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഫ്ലോക്കുലേറ്റ്സ് ഞാൻ പോസിറ്റീവ് എനർജി കൊടുക്കുവാണ്, പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ ഇന്ന് റിപ്പൾസീവ് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നു, ഇവിടെയുള്ള ചാർജ് കുറഞ്ഞു വരും. കാര്യം രണ്ട് ചാർജ് വന്നില്ലായോ. ആൻഡ് ബൈൻഡിങ് മെക്കാനിസം. ലോങ് ചെയിൻ കോമ്പൗണ്ട് അബ്സോർബ് ഓൺ പാർട്ടിക്കൽ സർഫേസ് പ്രൊമോട്ടിംഗ് ഫ്ലോക്ക് ഫോർമേഷൻ ത്രൂ ബ്രിഡ്ജിങ്. അത് ലോങ് ചെയിൻ കോമ്പൗണ്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കോമ്പൗണ്ട് അബ്സോർബ് ഓൺ പാർട്ടിക്കൽ സർഫസിലേക്ക് അബ്സോർബ് ആവുകയും അങ്ങനെ എന്ത് ഫ്ലോക്ക് ഫോർമേഷൻ ഉണ്ടാവുകയും അങ്ങനെ ബ്രിഡ്ജിങ് വഴി ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ബേസിക്കലി ബ്രിഡ്ജിങ് മെക്കാനിസം ആണ്. സോ എങ്ങനെയാണ് ബ്രിഡ്ജിങ് മെക്കാനിസം ആണ്, ലോങ് ചെയിൻ കോമ്പൗണ്ട്സിൽ നിന്നും പാർട്ടിക്കൽ സർഫസിൽ വന്നിട്ട് അബ്സോർബ് ആയിട്ട് ഫ്ലോക്ക് ഫോം ചെയ്ത് ബ്രിഡ്ജ് പോലെ ഇരിക്കുന്ന രീതിയാണ് ബ്രിഡ്ജിങ് മെക്കാനിസം. സോ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ ബ്രിഡ്ജിങ് എന്താണെന്ന് ജസ്റ്റ് 2 പോയിന്റ് കൊടുത്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ.
സോ ഫ്ലോക്കുലേഷൻ ഇൻ സ്ട്രക്ചേർഡ് വെഹിക്കിൾ. സോ ബേസിക്കലി സ്ട്രക്ചേർഡ് വെഹിക്കിൾ ഫ്ലോക്കുലേഷൻ എങ്ങനെയാണ്? സോ ഫ്ലോക്കുലേറ്റ് സസ്പെൻഷൻ റാപ്പിഡ് ക്ലിയർ സൂപ്പർനാറ്റ് ഇസ് എ അൺഡിസബിൾ പ്രോപ്പർട്ടി ഇൻ ഫ്ലോക്കുലേറ്റ് സസ്പെൻഷൻ. ബേസിക്കലി ഫ്ലോക്കുലേറ്റ് സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മൾ കഞ്ഞിവെള്ളം പറഞ്ഞില്ലായിരുന്നു, അതേപോലെ തന്നെ സൂപ്പർനാറ്റ് ആയിട്ടിരിക്കുന്നത് ഫ്ലോക്കുലേറ്റ് സസ്പെൻഷനിൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് കമ്പൈൻഡ് അപ്രോച്ച് പറയുവാണെങ്കിൽ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ഫോം യൂണിഫോം അഗ്രിഗേഷൻ. അപ്പോൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് നമുക്ക് കുലുക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ യൂണിഫോം അഗ്രിഗേറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. വൈൽ സ്ട്രക്ചേർഡ് വെഹിക്കിൾ പ്രിവെന്റ് ഫ്ലോക്ക് സെറ്റിലിംഗ്. ഇനി സ്ട്രക്ചേർഡ് വെഹിക്കിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആണെങ്കിൽ യൂണിഫോം അഗ്രിഗേറ്റ്സ് ഫോം ആവുകയും, എന്നാൽ സ്ട്രക്ചേർഡ് വെഹിക്കിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്ലോക്ക് എന്ത് ചെയ്യുന്നു? സെറ്റിൽ ആവുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ദാറ്റ് മീൻസ് ഫ്ലോക്കുലേറ്റിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്ലോക്കുലേറ്റിംഗിന്റെ കേസിൽ സ്ട്രക്ചേർഡ് വെഹിക്കിളിന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സസ്പെൻഡിങ് ഏജന്റ് ആണ് CMC, കാബക്കോൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ബെൻഡോണേറ്റ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് ബേസിക്കലി സെഡിമെന്റേഷനെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്ര നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുക. ആൻഡ് ഒപ്റ്റിമൈസിങ് സസ്പെൻഷൻ ഫോർമുലേഷൻ ആണ്. പാർട്ടിക്കിൾ സൈസ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമാണ്, വിസ്കോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം, ഫ്ലോക്കുലേഷൻ മാനേജ്മെന്റ് ചെയ്യണം, ആൻഡ് വെഹിക്കിൾ സെലക്ഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയുമാണ് ബേസിക് പ്രിൻസിപ്പിൾ. സോ ബേസിക്കലി എന്താണ് സസ്പെൻഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, സോ വെഹിക്കിൾ എങ്ങനെയാണ്, മെക്കാനിസം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കൂടുതലും പ്രതീക്ഷിക്കാൻ പറ്റുക. സോ റെഫറൻസ് നോട്ട് വായിക്കുക, അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടും. സോ കുറച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ നോക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഐഡിയ മനസ്സിലാക്കിയിട്ട് റെഫറൻസ് നോട്ട് വായിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.